നീ പാകിസ്ഥാനിലേക്ക് പോകടാ. ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാം, പക്ഷേ നേര്യമംഗലവും കൊണ്ടുപോകുമെന്ന് മാത്രം. വർഷങ്ങൾക്ക് മുൻപ് അക്ബർ എന്ന കവി എഴുതിയ കവിതയിലെ 2 വരികളാണ് ഇത്. നേര്യമംഗലത്ത് ജനിച്ച് നേരായതും അല്പം വളഞ്ഞതും പൊളഞ്ഞതുമായ കവിതകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അക്ബർ ഇന്ത്യൻ വർഗീയ രാഷ്ട്രീയത്തിലെ വലിയ കലക്കമറിച്ചിലുകളുടെ ഒരു കാലത്താണ് ഈ വരികൾ എഴുതിയത്. ഞാൻ പാകിസ്ഥാനിലേക്ക് പോകാം, പക്ഷേ നേര്യമംഗലവും കൊണ്ടുപോകുമെന്ന് മാത്രം. കവിതയിൽ സ്ഥിരതാമസമാക്കിയ ഒരാളെ രാജ്യങ്ങൾക്കും ഭരണാധികാരികൾക്കും നാട് കടത്താൻ കഴിയില്ല എന്ന് അക്ബറിൻ്റെ ആദ്യ കവിതാ സമാഹാരങ്ങളായ ബാംസുരിയും അതേപോലെ തന്നെ അക്ബറോവ്സ്കിയും ഒക്കെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അക്ബറോവ്സ്കി എന്ന് പറഞ്ഞാൽ അക്ബർ എന്ന പേരിൽ നിന്ന് ഉണ്ടായ ഒരു കവിത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ കവിത വേറെ പല തലങ്ങളിലേക്ക് മാറുന്നുണ്ട്. ഏറ്റവും ഒടുവിലിറങ്ങിയ കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്ന കവിതാ സമാഹാരവും അത്തരത്തിൽ നേര്യമംഗലം എന്ന ഇല്ലിമുളങ്കാടുകളുടെയും ഈറ്റക്കാടുകളുടെയും വെള്ളച്ചാട്ടങ്ങളുടെയും പച്ചപ്പുള്ള നാടിനെ കവിത എന്ന സർഗാത്മകമായ മാധ്യമത്തിലൂടെ മറ്റൊരു ഭൂപ്രകൃതിയാക്കി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അക്ബർ ഇതുവരെ എഴുതിയ എല്ലാ പ്രണയ കവിതകളെയും ചേർത്ത് പുതിയൊരു പുസ്തകവുമായി നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്നാണ് ഈ പ്രണയ കവിതാ സമാഹാരത്തിൻ്റെ പേര്. ഈ പുസ്തകവും ഇതെഴുതിയ അക്ബറുമാണ് ഇന്ന് നമ്മുടെ മുന്നിൽ തത്സമയം ഉള്ളത്. അക്ബറെ, പ്രണയപരവശനാണോ ഈ നിമിഷങ്ങളിൽ? പ്രണയം ജീവിതകാലം മൊത്തം ഉണ്ടല്ലോ. എപ്പോഴും പ്രണയമുണ്ടല്ലോ. കവിതയിലും പ്രണയമുണ്ട്, ജീവിതത്തിലും പ്രണയമുണ്ട്. പ്രണയമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ സ്നേഹം, പ്രണയം, വിരഹം ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് പ്രണയത്തെക്കുറിച്ച് കവിത എഴുതാതെ പോവുക എന്ന് അക്ബർ ആമുഖമായിട്ട് വായനക്കാർക്ക് ഒരു മുൻകൂർ ജാമ്യം നൽകുന്നുണ്ട്. ഈ ഒരു പ്രണയമില്ലാത്ത അല്ലെങ്കിൽ പ്രണയത്തിന് സാധ്യതയില്ലാത്ത അത്രമേൽ കലഹത്തിൻ്റെ ഒരു കാലത്ത് എങ്ങനെ പ്രണയ കവിത എഴുതാൻ കഴിയുന്നു എന്നൊരു ചോദ്യം ചോദിച്ച് അറസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ അതിനുള്ളൊരു മുൻകൂർ ജാമ്യമായിട്ടാണോ സ്നേഹവും പ്രണയവും വിരഹവും ഈ ഭൂമിയിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ വിശ്വസിക്കാൻ അക്ബറിനെ പ്രേരിപ്പിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. സ്നേഹവും പ്രണയവും വിരഹവും ഇല്ലെങ്കിൽ മനുഷ്യരുണ്ടാകുമോ എന്ന സംശയമാണ് പലപ്പോഴും പ്രണയകവിതകളെ സ്നേഹകവിതകളായിട്ടും വായിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം സ്നേഹത്തിന്റെ കവിതകളാണ്. പ്രണയം സ്നേഹം തന്നെയാണ്. പ്രണയം ഒരു പെണ്ണിനോട് മാത്രമല്ല. പ്രണയം പലതിനോടുമാകാം. ഈ സൂഫി കവികൾ പറയുന്ന പോലെ പലതിനോടും പ്രണയമാകാം. ഇലാഹ്, അതായത് ദൈവത്തോടുള്ള പ്രണയമാണ് സൂഫി കവിതകളിൽ പറയുന്നത്. ജലാലുദ്ദീൻ റൂമിയൊക്കെ അടക്കമുള്ളവർ പറയുന്ന അതാണ്. അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയോട് പ്രണയം തോന്നാം, പക്ഷികളോട് പ്രണയം തോന്നാം, പുഴയോട് പ്രണയം തോന്നാം, പലതിനോടും പ്രണയം തോന്നാം. അചേതനമായ വസ്തുക്കളോടും ജീവനുള്ളതിനോടും ഇഷ്ടം തോന്നാം. ആ ഇഷ്ടങ്ങളൊക്കെ ചിലപ്പോൾ പല രീതിയിൽ പ്രണയമായി മാറുകയും അത് കവിതയായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ സ്നേഹം എന്ന വാക്കാണ് കൂടുതൽ യോജിക്കുക എന്ന് തോന്നുന്നു. പ്രണയം എന്ന് പറയുമ്പോൾ പല മാനങ്ങളുണ്ടെങ്കിലും സ്നേഹം എന്ന വാക്ക് കൂടുതൽ യോജിക്കുന്നു, കൂടുതൽ അർത്ഥവത്താകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ ഈ ഭൂമിയിൽ ഇപ്പോഴും പ്രണയമുണ്ടോ, അതോ അത് കവികളുടെ കിറുക്കൻ തോന്നലാണോ എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിന് മുൻപേ തന്നെ പ്രണയം എന്ന് പറയുന്നത് 2 ഉടലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്ന ഒന്ന് ആവണമെന്നില്ല, 2 ശരീരങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആവണമെന്നില്ല. മറിച്ച് ഈ ഭൂമിയിലെ ഒരു മനുഷ്യന് ഒരു കിളിയോട് പ്രണയം തോന്നാം, ആകാശത്തോട് പ്രണയം തോന്നാം, ദൈവത്തോട് പ്രണയം തോന്നാം. അങ്ങനെ പ്രണയത്തിൻ്റെ സാധ്യതകൾ അനന്തമാണ് എന്ന് അക്ബർ മുൻനുരയായിട്ട് പറയുന്നു. ഇതിൽ സ്നേഹ ഏകാന്തത, അതിനെ നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ സ്നേഹ ഏകാന്തത എന്ന് വായിക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്നേഹേകാന്തത എന്നും വായിക്കേണ്ടി വരും. ആ കവിതയിൽ അക്ബർ പുലർച്ചെ തന്നെ എഴുന്നേറ്റിട്ട് പ്രണയിനിയായ അല്ലെങ്കിൽ കാമുകിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് യാത്ര പോകുന്ന കവിതയാണ്. ഞാനത് വായിക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എൻ്റെ കയ്യിൽ എവിടെ അക്ബറിൻ്റെ പുസ്തകം എന്ന് ചോദിക്കുന്നുണ്ടാവും. അക്ബറിൻ്റെ പുസ്തകം ഞാൻ ബുക്കായിട്ടാണ് വായിച്ചിട്ടുള്ളത്. ഈ പ്രണയ കവിതകളെ ബുക്കായിട്ടാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന കവിതയിൽ സ്നേഹേകാന്തത എന്ന് പറയുന്ന ഈ കവിതയിൽ പലതരം നിറങ്ങളിൽ വീടുകളും മരങ്ങളുമുള്ള ഗ്രാമത്തിൽ എവിടെയോ നിൻ്റെ വീടുണ്ട്, അവളെ കാണാനുള്ള യാത്ര ആയിട്ടാണ് ആ കവിത ആരംഭിക്കുന്നത്. അപ്പോൾ ആ ദിവസത്തെക്കുറിച്ച് അക്ബർ ഈ പുസ്തകത്തിൽ പറയുന്നത്,
നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന ഈ പുസ്തകത്തിൽ സ്നേഹ ഏകാന്തത എന്ന് പറയുന്ന കവിതയിൽ അതുവരെയുണ്ടായിരുന്ന പഴയ ദിവസങ്ങളെയെല്ലാം അലക്കിയിട്ട് പുത്തനാക്കി ഒരു പുതിയ ദിവസം അങ്ങ് ഉണ്ടാക്കി എന്നാണ്. കാമുകിയുടെ അല്ലെങ്കിൽ പ്രണയിനിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി അതുവരെയുള്ള വിരസതയുടെയും അലച്ചിലിൻ്റെയും ജീവിതത്തിൻ്റെ യാന്ത്രികതയുടെയും എല്ലാ ദിവസങ്ങളെയും എടുത്ത് ആ ദിവസങ്ങളെയൊക്കെ അലക്കിയെടുത്ത് പുത്തനാക്കി ഒരു പുതിയ ദിവസം അങ്ങ് കവി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. ആ കവിത ഒന്ന് വായിക്കാമോ? ഏത് രീതിയിലാണ് ആ കവിതയിലേക്ക് എത്തിപ്പെട്ടത്? ഒരു വിചിത്രമായൊരു യാത്രയായിട്ടാണ് ആ കവിത അനുഭവിക്കാൻ കഴിഞ്ഞത്. ആ കവിത ഒന്ന് പ്രേക്ഷകർക്കായിട്ടൊന്ന് വായിക്കാമോ ഈ നിമിഷങ്ങളിൽ? ആ കവിത ഉണ്ടായത് ഒരു സ്വപ്നാത്മകമായ ഒരു രീതിയിലാണ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. കവിത പെട്ടെന്ന് തോന്നിയ ഒന്നായിരുന്നു. അത് വായിക്കാം. എൻ്റെ അങ്ങനെയാണ് ആ കവിത ഉണ്ടാവുന്നത്. അതായത് നമ്മുടെ നാട്ടിൻപുറത്ത് ഉണ്ടാവുന്ന ഒരു കുന്നുംപുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുടെ ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു വിചാരങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വപ്നാത്മക കവിതയായിട്ടാണ് അത് എഴുതിയത്. ആ പെട്ടെന്ന് വന്ന ഒരു കവിതയാണ്. പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ബനേഷിന് അറിയായിരിക്കാം കവിത പെട്ടെന്ന് ഉണ്ടാകുന്ന കവിതകളിലെ ഒരു പ്രത്യേകത. അങ്ങനെ എഴുതിപ്പോയ ഒരു കവിതയാണത്. അത് അതില് വന്നപ്പോൾ വളരെ രസകരമായി കാടിന്റെ ചില സംഭവങ്ങൾ വന്നു, മറ്റ് പലതും വന്നു. അങ്ങനെ കവിതയിലേക്ക് വന്നു പോയതാണ്. കവിതയൊന്ന് എടുത്തോട്ടെ ഞാൻ. എൻ്റെ കയ്യിലും പുസ്തകമായിട്ടില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. അതായത് പലതരം നിറങ്ങളിൽ വീടുകളും മരങ്ങളും ഉള്ള ഒരു ഗ്രാമത്തിൽ എവിടെയോ നിന്റെ വീടുണ്ട്, അവളെ തേടിയുള്ള യാത്ര എന്നുള്ള നിലയ്ക്കാണ് ആ കവിത ആരംഭിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റു ചില കവിതകളിൽ, അതായത് ഈ പഴയ ദിവസങ്ങളെ അലക്കിയെടുത്ത് പുത്തനാക്കി മാറ്റുന്നു എന്ന് പറയുന്ന ഈ പ്രയോഗങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അത് സ്വാഭാവികമായിട്ട് വരുന്നതാണോ? എഴുത്തിൻ്റെ വേളയിൽ തന്നെ വരുന്നതാണോ? അതോ ആദ്യം ആ ഒരു വരി വന്നു പിന്നീട് അത് കവിതയായിട്ട് മാറുമ്പോൾ ബാക്കിയുള്ള വരികൾ വരുന്ന രീതിയിലാണോ അക്ബറിൻ്റെ രചനാ രീതി? അത് ആദ്യം ഒരു വരി വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ആലോചിക്കും. ചിലപ്പോൾ രാത്രിയായിരിക്കും, ചിലപ്പോൾ സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ കവിത എഴുതിയത് ബസ്സിൽ പോകുമ്പോൾ തോന്നിയ ഒരു ഓർമ്മയത്. ബസ്സിൽ പോകുമ്പോൾ ഇങ്ങനെ ഞാൻ എന്നും നേര്യമംഗലത്ത് നിന്ന് അടിമാലിയിലുള്ള കേരള വിഷന്റെ കീഴിലുള്ള കേബിൾ TV ചാനലിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എപ്പോഴും കാട് കാണുകയാണ്. ഈ കാടിനിടയിലൂടെ പോകുമ്പോൾ തോന്നിയ ചില ഓർമ്മകളാണ് ഈ കവിതയിൽ വരുന്നത്. അതില് ഈ കുന്നിന്റെ മുകളിലെ വീടുകളൊക്കെ കാണാൻ പറ്റും ആ വഴിക്ക് വരുമ്പോൾ. അങ്ങനെയാണ് ഈ കുന്നിന്റെ വീടിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. ഈ കവിത എടുക്കാം, അത് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അതിനിടയ്ക്ക് വേണമെങ്കിൽ വേറൊരു കവിതയല്ല. സ്നേഹകാന്തത. കവിതയുടെ പേര് സ്നേഹകാന്തത. പലതരം നിറങ്ങളിൽ വീടുകളും മരങ്ങളുമുള്ള ഗ്രാമത്തിൽ എവിടെയോ നിന്റെ വീടുണ്ട്. നിന്നെ കാണാൻ വരുന്ന ഞാൻ എന്തുത്സാഹത്തിലാണെന്നോ. അതുവരെ ഉണ്ടായിരുന്ന പഴയ ദിനങ്ങളെ അലക്കി പുത്തനാക്കി ഒരു പുതിയ ദിനമങ്ങ് ഉണ്ടാക്കി. ആ ദിനത്തിന്റെ പുലർച്ചയിൽ ഉറങ്ങി എഴുന്നേറ്റു. തെങ്ങുകൾ ഉണരുന്നതിന് മുന്നേ പക്ഷികളെയും പാറ്റകളെയും എഴുന്നേൽപ്പിക്കാതെ നിശബ്ദത ഭരണികളിൽ നിറച്ചു. ഒട്ടും ചോർച്ചയില്ലാതെ, നാവനങ്ങാതെ ചുറ്റിലുമുള്ള ഒച്ചകൾ പെട്ടെന്ന് മാഞ്ഞു. രാത്രിയിലെ മഞ്ഞ നിലാവ് കൊണ്ട് ഷർട്ട്, മുല്ലപ്പൂക്കൾ നിറഞ്ഞ മുണ്ട്, വെള്ളപ്പൂമ്പൊടികൾ മുഖത്ത് തേച്ച് തോട്ടുവെള്ളം കയ്യിൽ തിരുമ്മി, തലവിടർത്തി മുടി ഈരിയൊതുക്കി, മഞ്ഞുകാറ്റിന്റെ സുഗന്ധം കക്ഷത്തിലും ചെവിക്ക് താഴെയും മുറ്റത്തെ ചെടികളാകെ ഇലകൾ തലയ്ക്ക് വച്ചുറങ്ങുന്നു. ഒരനക്കവുമില്ലാതെ മുന്നിലെ പറമ്പുകൾ. മലകൾക്കിടയിൽ ഒരു കുന്നിൻ മുകളിലാണ് നിന്റെ വീട്. മലകൾക്കിടയിൽ ഒരു കുന്നിൻ മുകളിലാണ് നിന്റെ വീട്. നീ ഉള്ളത് കൊണ്ടാവും ആ വീട് മറ്റു വീടുകളെക്കാൾ സുന്ദരമായത്. അല്ലെങ്കിലും നീ ഉള്ളതിനാണല്ലോ ഈ ലോകം പോലും ഇത്ര നിശബ്ദതയോടെ പുഞ്ചിരിക്കുന്നത്. നിനക്ക് തരുവാനായി അതുവരെ ഉണ്ടാവാത്ത, ആരും വായിക്കാത്ത കവിതകൾ കീശയിൽ കരുതിയിട്ടുണ്ട്. കവിതയുടെ സ്നേഹത്താൽ കീശയിൽ വെളിച്ചം നിറഞ്ഞു.
ഭരണിയിലാക്കിയ ഒച്ചകളാകെ മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി. മരങ്ങളും ചെടികളും അതേറ്റുപാടി. ഉച്ചത്തിലൊന്നുമല്ല, തീരെ പതുക്കെ, കാടിന്റെ ഓരത്തെ പുഴയേക്കാൾ പതുക്കെ. നടന്ന് നടന്ന് കുന്നിറങ്ങി കയറി നിന്റെ വീടിനടുത്തെത്തി. നിന്റെ വീട്ടുമുറ്റത്തെ പനിനീർപ്പൂക്കൾ പെട്ടെന്ന് വിരിഞ്ഞു. തെങ്ങുകളിൽ വെളിച്ചം കുലച്ചു. കുന്നിന് താഴെയുള്ള പുഴ നീല നിറത്താൽ ഒഴുകി. പെട്ടെന്ന് പെട്ടെന്ന് നീ ഒഴികെയുള്ളവരെല്ലാം വീട്ടിൽ നിന്ന് മാഞ്ഞുപോയി. ഇനി വീട്ടിൽ നീ മാത്രമാവും. ആ വെളിച്ചത്തിൽ മണിക്കൂറുകൾക്ക് ശേഷം ഉദിക്കേണ്ട സൂര്യൻ പോലും വിറച്ചുപോയി. അതുവരെ ഉണ്ടായിരുന്ന നിലാവ് ഒഴുകി ഒഴുകിയൊലിച്ച് പുഴയിൽ വീണു. നീയും വീടും മാത്രം, വീടില്ലാതെ നീ മാത്രം. അപ്പോൾ ഞാൻ എപ്പോഴാണ് നീയായത്? അപ്പോൾ ഞാൻ എപ്പോഴാണ് നീയായത്? പ്രഭാതത്തിലേക്ക് ചിറകടിച്ച് ഞാൻ പറന്നുപോയി. അരികിലുണ്ടായിരുന്ന കിളികളിൽ നിന്റെ രൂപം ഉണ്ടാകുമോ? എന്നാൽ ലോകം ഇതൊന്നും അറിഞ്ഞില്ല. സ്നേഹം ആരുമില്ലാതെ ഒറ്റപ്പെട്ടു. ലോകം നിലവിളികളാൽ ചുവന്നു. എന്നാൽ ലോകം ഇതൊന്നും അറിഞ്ഞില്ല. സ്നേഹം ആരുമില്ലാതെ ഒറ്റപ്പെട്ടു. ലോകം നിലവിളികളാൽ ചുവന്നു. ഇതാണ് സ്നേഹം വലിയ ഒരു സ്നേഹാകാന്തത ഒറ്റപ്പെടൽ എന്നത്. അനുഭവിക്കുന്നു, സ്നേഹത്തിന് ഏകാന്തത അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു വാസ്തവം ഉള്ള സ്ഥിതിക്ക് ഈ ഭൂമിയിൽ പ്രണയത്തിന് സാധ്യതകളില്ല എന്ന ഒരു തിരിച്ചറിവ് കൂടി ആ കവിതയ്ക്കകത്തുണ്ടോ? അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന് എഴുതുമ്പോൾ ആ നീ എന്നതുകൊണ്ട് അക്ബർ ഉദ്ദേശിക്കുന്നത് ഒരു പെൺകുട്ടിയോ ഒരു സ്ത്രീയോ മാത്രമല്ല, അത് ഈ ഈശ്വരനാവുന്നു, പ്രകൃതിയാവുന്നു, പക്ഷിജാലങ്ങളാവുന്നു എന്ന രീതിയിൽ ഒരു വിശാലമായ അർത്ഥത്തിലാണോ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെക്കുറിച്ചാവാം, ആരെക്കുറിച്ചുമാവാം എന്നുള്ള രീതിയിലുള്ളൊരു വിശാല അടിസ്ഥാനത്തിലാണോ? അതെ അതെ, തീർച്ചയായിട്ടും. നിന്നെക്കുറിച്ച് എന്നുള്ള ഒരു പെൺകുട്ടി തന്നെയല്ല, അത് പലരുമാണ്. അത് എല്ലാവരും ആകാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ പല രീതിയിൽ. ഇപ്പൊ ഇതിൽ പറയുന്ന പെൺകുട്ടി അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല. ആ പെൺകുട്ടി ഒരു ഓർമ്മകളില് എപ്പോഴോ ചെറുപ്പത്തിലെ ഓർമ്മകളില് സ- ഒരു കൂട്ടിനെ അങ്ങനെ ഒരു രീതിയിൽ കവിതയായിട്ട് വന്നതാണ്. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അത് പറയാൻ എപ്പോഴും ബുദ്ധിമുട്ടാ. ഈ കവിതയില് അങ്ങനെയാണ്. കുന്ന് കയറി പോകുന്നു, കുന്നിന് മുകളില് വീടില് പോകുന്നു ഒക്കെ ചെറുപ്പത്തില് ഈ നമ്മൾ നടന്ന വഴികൾ വീണ്ടും വീണ്ടും കവിതയിലേക്ക് എങ്ങനെയോ കടന്നു വരുന്നു. അതാണ് ആ കാലത്ത്, ഈ കുഞ്ഞുകാലത്തുള്ള ഈ നമ്മൾ എല്ലാത്തിനെയും ഇഷ്ടത്തോടെയാണ് കുട്ടികൾ സമീപിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കവിതയിലേക്ക് വരുമ്പോൾ കവിതയും ഇഷ്ടത്തെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കവിതയില് പ്രണയത്തെ ഇങ്ങനെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കാണുവാനാണ് എനിക്കിഷ്ടം. അത് തന്നെയാണ്. അത് ആ നീ ആരെന്ന് എല്ലാവർക്കും നീയാണ്. എല്ലാവരും നീയാണ്. നിങ്ങളൊക്കെ നീയാണ്. അതാണ് അതില് എനിക്ക് തോന്നുന്നത്. ഈ ഇല്ല എന്ന് പറയുന്നത് കൊണ്ടാണോ ഏറ്റവും പ്രണയം തോന്നുന്ന ഒരാളെ ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാൽ ആ ആൾക്കൂട്ടം പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ഇഷ്ടമുള്ള ആൾ മാത്രം അവിടെ നിൽക്കുകയും ചെയ്യുന്നതായിട്ട് തോന്നുന്നത്? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ നമ്മളുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതയെ, ഏറ്റവും പ്രിയപ്പെട്ട പെൺകുട്ടിയെ, ഏറ്റവും പ്രിയപ്പെട്ട കാമുകിയെ ഒരാൾക്കൂട്ടത്തിൽ വെച്ച് കാണുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ എല്ലാം നമ്മൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയിലേക്ക് മാത്രം നമ്മളുടെ കണ്ണർപ്പിക്കാൻ കഴിയും. ആ രീതിയിലുള്ളൊരു കവിതയാണ് അക്ബറിൻ്റെ അദ്വൈതം എന്ന് പറയുന്ന കവിത. അദ്വൈതം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ദ്വൈതം, അദ്വൈതം, പലതായി നിൽക്കൽ, ഒന്നായി ഒരുമിക്കൽ എന്നിങ്ങനെയുള്ള രണ്ട് അർത്ഥതലങ്ങൾ ആ ശീർഷകത്തിനുണ്ട്. അപ്പോൾ കവിത ആരംഭിക്കുന്നത് തന്നെ കാലടി സർവകലാശാലയുടെ മുന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വരി എന്ന് പറയുന്നത് ഈ കവിതയിലെ എല്ലാവർക്കും റീലുകളാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വരിയാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം അത് കാലടി സർവകലാശാല ആവണമെന്നില്ല, എവിടെയും ഏതൊരു കാമുകനും കാമുകിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന ബസ് സ്റ്റോപ്പിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അതിനെ ആർക്കും ആ ലൊക്കേഷൻ മാറ്റിയിട്ട് പറയാൻ കഴിയുന്ന രീതിയിലാണ് ആ കവിത വരുന്നത്. ആ കവിത ഒന്ന് വായിക്കാമോ പ്രേക്ഷകർക്കായിട്ട്? തീർച്ചയായും. അദ്വൈതം. കാലടി സർവകലാശാലയുടെ മുന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ ചിരിയിൽ ബാക്കിയുള്ളവർ മാഞ്ഞുപോയി. മഴ ചുറ്റുമുണ്ടായിരുന്നിട്ടും ഒട്ടും നനഞ്ഞില്ല. ഏതോ കടലിനടിയിലെ പവിഴപ്പുറ്റുകൾക്കിടയിൽപ്പെട്ട പോലെ, അല്ലെങ്കിൽ ഏതോ വിദൂര നഗരത്തിന്റെ മൂലയിൽ കാറ്റുപോലുമില്ലാതെ ഒച്ചയടയും പോലെ. അതിനെന്താണ് എന്നൊക്കെ അപ്പോൾ ആരൊക്കെയോ ചോദിച്ചു.
അത്രയ്ക്ക് ചങ്കിടിപ്പോടെ ലോകം ഉരുണ്ടു കളിച്ചു. അകലെ നിന്നുള്ള വെളിച്ചം അത് നിന്റെ കണ്ണുകളായിരുന്നു. നിന്റെ ഉടുപ്പുകൾ നനഞ്ഞിരുന്നു. പൂക്കൾ തുന്നിച്ചേർത്ത ഉടുപ്പായി പറ്റിക്കിടക്കാൻ തോന്നി. മഴ അത്രയ്ക്ക് അടുത്ത് നിന്നിരുന്നു. നീ ഒറ്റ പോക്കായിരുന്നു, അതിവേഗത്തിൽ. കണ്ണുകൾക്കുള്ളിലൂടെ കയറിയിറങ്ങി നിശബ്ദയായി. നീ ഒറ്റപ്പോക്കായിരുന്നു, അതിവേഗത്തിൽ. കണ്ണുകൾക്കുള്ളിലൂടെ കയറിയിറങ്ങി നിശബ്ദമായി. ഉറക്കമല്ലായിരുന്നു അത്, നിന്നിലെന്റെ ഉണരൽ ആയിരുന്നു. ഇനി കാണുമ്പോൾ എനിക്ക് എല്ലാം പറയണം. പക്ഷേ അന്ന് മഴയുണ്ടാവുമോ? അകലെ നിൽക്കുന്ന എന്നെ നീയെങ്ങാനും കാണുമോ? കാണണ്ട നമുക്ക്. ലോകത്തെ ഞാൻ വെറുത്തു പോകും, തീർച്ച. നീയെങ്ങാനും എന്നെ നിരസിച്ചാൽ അദ്വൈതമെന്ന ഒറ്റ വാക്കിൽ കുറവനായി നിന്നോട് തർക്കിക്കണം. നീയെങ്ങാനും എന്നെ നിരസിച്ചാൽ അദ്വൈതമെന്ന ഒറ്റ വാക്കിൽ കുറവനായി നിന്നോട് തർക്കിക്കണം. അത്രയ്ക്ക് പ്രിയമാണ് നിന്നെ, എന്നെ ഇങ്ങനെ വഴിതിരിച്ചു വിടുന്ന നിന്നെ. വെറുപ്പിനേക്കാൾ പ്രണയം വേറെ എങ്ങും ഉണ്ടാവില്ല. ഞാനും നീയുമില്ലാത്ത ഏക അവസ്ഥയാണത്. ആർക്കുമൊന്നും മനസ്സിലാവില്ല. കവിതയിൽ കാലടി സർവകലാശാലയുടെ മുന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആരംഭിക്കുന്ന കവിതയാണ്. അതിലെ അവസാനത്തെ വരിയിൽ ആണ് ഞാൻ കയറി പിടിച്ചത്. അതായത്, നീ എങ്ങാനും എന്നെ നിരസിച്ചാൽ അദ്വൈതം എന്ന ഒറ്റ വാക്കിൽ കുറവനായി നിന്നോട് തർക്കിക്കണം. അങ്ങനെ തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിൽ പ്രണയം നിരസിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രണയത്തിൽ ഒരാൾക്ക് താല്പര്യക്കുറവ് തോന്നിയാൽ അയാളെ ആ സ്വാതന്ത്ര്യത്തോടു കൂടി വിടുകയല്ലേ വേണ്ടത് എന്ന് വായിച്ച ആരെങ്കിലും അക്ബറിനോട് തിരിച്ചു ചോദിച്ചാൽ കവി എന്നുള്ള നിലയ്ക്ക് എന്താണ് ഉത്തരം? അത് പഴയൊരു ഐതിഹ്യത്തിൽ നിന്നാണ് ആ വരി ഉണ്ടാകുന്നത്. അതായത് ശ്രീശങ്കരന്റെ കഥയില് അദ്ദേഹത്തിന്റെ ഇതില് കുറവനായിട്ട് ശിവൻ വന്ന് തർക്കിച്ചു എന്നാണ് ഒരു ഐതിഹ്യം. അത് ഞാൻ കവിതയിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അതില് ഒരു പാരുഷ്യമല്ല അത്. അദ്വൈതം എന്ന ഒറ്റ വാക്കിൽ കുറവനായി നിന്നെ ഇവിടെ തർക്കിക്കണം. അതായത് അവളുടെ പ്രണയനിരാസത്തെ ആ ആ, നിന്റെ പ്രണയനിരാസത്തെ കുറവനായിട്ട് ഇന്ന് അദ്വൈതം ഒന്നുമല്ല, ദ്വൈതം ഇല്ല, രണ്ടുമില്ല എന്ന വാക്കിലേക്ക് തർക്കിക്കണം എന്ന അർത്ഥമാണ് ഞാൻ കൽപ്പിച്ചത്. അതിലൊരു ഒരു പ്രിയകരമല്ലാത്ത അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദ്വൈതമില്ലാത്ത അവസ്ഥയിലേക്ക്, അതായത് രണ്ടുമല്ല ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു എന്നാണ് എനിക്ക് ആ വരികൾ ഞാൻ അത് ഉദ്ദേശിച്ചാണ് എഴുതിയത്. അക്ബറിൻ്റെ ഈ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകത്തിലെ സവിശേഷമായ ഒരു കവിതയാണ് കൊച്ചുറോസ എന്ന കവിത. ഈ കൊച്ചുറോസ എന്ന കവിത നമ്മളിങ്ങനെ വായിച്ച് പോകുന്നു. കൊച്ചുറോസ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കുന്നു. 1000 ചങ്കുകൾ അവളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവളോടുള്ള പ്രണയം, ആ പ്രണയമോ സ്നേഹമോ ഇഷ്ടമോ ഒക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ ആ കവിത അവസാനിക്കുന്നത് കൊച്ചുറോസ വളരുന്നതിന് മുൻപേ ഈ കഥ നിർത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കൊച്ചുറോസ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി, എന്നാൽ കൗമാരം കടന്നിട്ടുണ്ട്. ആ പെൺകുട്ടിയോടൊക്കെ തോന്നുന്ന രീതിയിലുള്ള, കൗമാരം കടന്ന് യൗവനത്തിലേക്ക് വരുന്ന, അതിലേക്ക് എത്തിച്ചേരുന്ന കൊച്ചുറോസ എന്ന് പറയുന്ന പെൺകുട്ടിയെ ദൂരെ മാറി നിന്ന് കാണുന്ന കണ്ണുകളുടെ ദൃഷ്ടിയിലാണ് ആ കവിത വളരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പോയി പോകുന്നതിനിടയിൽ അവസാനത്തെ വരിയിൽ എത്തുമ്പോൾ കൊച്ചുറോസ വളരുന്നതിന് മുൻപേ ഈ കഥ നിർത്താം, അല്ലെങ്കിൽ അവൾ പലതും പറഞ്ഞേക്കാം. ചേമ്പിൻകാട്ടിൽ പള്ളിയുടെ മറവിൽ പലപ്പോഴും അവളുടെ മെഴുകുതിരികൾ കെട്ടത് എന്നതടക്കം എങ്ങനെ ഈ കാലത്ത് ഒരു പെൺകുട്ടി കൗമാരം കടന്ന യൗവനത്തിലേക്കുള്ള വളവ് തിരിവുകൾ കടക്കുന്നതിനിടെ ഏതൊക്കെയോ പള്ളിക്കിണറുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയത്തിൻ്റെ ഉൾപ്പുരകളിലോ അല്ലെങ്കിൽ പൊതുനിരത്തിലോ ശവശരീരമായോ ചോരച്ചാലായോ മാറുന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൂടി ഈ കവിതയിലുണ്ട്. അതുകൊണ്ട് കേവലമായ പ്രണയ കവിതകളിലൂടെ ഉപരിതലത്തിൽ പോവുകയല്ല ഈ പുസ്തകത്തിലെ പല പ്രണയ കവിതകളും ചെയ്യുന്നത്. അത് സമകാലികതയുടെ എല്ലാ വേദനകളിലൂടെയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കൊച്ചുറോസ എന്ന കവിത പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കാമോ? തീർച്ചയായിട്ടും. കൊച്ചുറോസ എന്ന കവിത അക്ബർ കവി കണ്ടെത്തിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അതിൻ്റെ തുടക്കത്തിലുള്ള വരികൾ വായിക്കാമെന്ന് വിചാരിക്കുകയാണ്. കൊച്ചുറോസ, ഞാനത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കവിക്ക് ആ കവിത കയ്യിൽ കിട്ടുകയാണെങ്കിൽ നേരെ ഇടപെട്ട് കവി തന്നെ വായിക്കുകയും ചെയ്യുക. കുന്നിൻ ചെരുവിലെ പള്ളിയിലേക്ക്
അമ്മച്ചിയുടെ കുരുത്തോല ഞൊറിവിൽ തൂങ്ങി കൊച്ചുറോസ ഒരു കുഞ്ഞു മാലാഖ പോലെ നീങ്ങവേ, കയ്യാലമറവിൽ ഇടവഴികളിൽ റബ്ബർ തോട്ടങ്ങളിൽ ഞങ്ങളുടെ ചങ്കുകൾ ബാൻഡ് സെറ്റ് പറയുന്നു. ഗീവർഗീസ് പുണ്യാളൻ്റെ കോഴിപ്പെരുന്നാളിന് മലബാർ മിഠായി കടകളെ പ്രദക്ഷിണം വയ്ക്കുന്ന കൊച്ചുറോസ എന്ന കൊച്ചുറോസ. അക്ബറിന് ആ കവിത കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്ബർ ആ കവിത വായിക്കുന്നു. കൊച്ചുറോസ. കുന്നിൻചെരുവിലെ പള്ളിയിലേക്ക് അമ്മച്ചിയുടെ കുരുത്തോല ഞൊറിവിൽ തൂങ്ങി കൊച്ചുറോസ ഒരു കുഞ്ഞു മാലാഖ പോലെ നീങ്ങവേ, കയ്യാല മറവിൽ ഇടവഴികളിൽ റബ്ബർ തോട്ടങ്ങളിൽ ഞങ്ങളുടെ ചങ്കുകൾ ബാൻഡ് സെറ്റ് പറയുന്നു. ഗീവർഗീസ് പുണ്യാളന്റെ കോഴിപ്പെരുന്നാളിന് മലബാർ മിഠായിക്കടകളെ പ്രദക്ഷിണം വെക്കുന്ന കൊച്ചുറോസ എന്ന കൊച്ചുറോസ. പള്ളിപ്പറമ്പിലെ ബലൂൺ കഷണങ്ങളാൽ കൊച്ചു കുമിളകൾ തീർത്ത് നെറ്റിയിലിടിച്ചു പൊട്ടിക്കുന്ന കൊച്ചുറോസ എന്ന വെള്ളിൽ പറവ. എന്നെയും കൊണ്ടോവോ നിങ്ങളുടെ പള്ളിയിൽ, ഞാൻ പെസഹാപ്പം തരാന്ന് താളത്തിൽ ഈണത്തിൽ ചെരിഞ്ഞ് മറിഞ്ഞ കൊച്ചുറോസ. പ്രണയലേഖനങ്ങളിലെ ക്രിസ്തുമസിന് ആദ്യ കുർബാനയുടെ പള്ളിമണികൾക്കൊപ്പം ഇതെന്റെ സോളമനെന്ന് കണ്ണുകൊണ്ട് ഭൂമി ചുംബിച്ച് കൊച്ചുറോസ നടന്ന് കയ്യാല ചാടി മാഞ്ചോട്ടിലൂടങ്ങനെ. ജോണിക്കുട്ടി പറയുന്നു, പ്രണയം ഒരു ഗൂഢസുഖം. കപ്പ്യാര് മൈക്കിൾ, പ്രണയം ഒരു കുംഭസാരം. അന്ത്രു, രാത്രി നമസ്കാരത്തിന് പോകാതെ തിയേറ്ററിലെ തിരശീലയിൽ കണ്ണെറിയുന്നത് പോലെ. അനന്തരം സന്ധ്യ, രാത്രി, പ്രഭാതം. കൊച്ചുറോസ വളരുന്നതിനു മുമ്പേ ഈ കഥ നിർത്താം. അല്ലെങ്കിൽ അവൾ പലതും പറഞ്ഞേക്കാം. ചേമ്പിൻകാട്ടിൽ പള്ളിയുടെ പൊട്ടക്കിണറിൻ മറവിൽ പലപ്പോഴും അവളുടെ മെഴുകുതിരികൾ കെട്ടത്. ഇതാണ് കവിത. ഈ കവിത എഴുതാനിടയാക്കിയ ഒരു പ്രകോപനം എന്തായിരുന്നു? അതിൻ്റെ ഓർമ്മകളുണ്ടോ മനസ്സിൽ? അത് അത് ചെറുപ്പത്തിലുള്ള അനുഭവമാണ്. ഈ ചെറുപ്പത്തില് ഈ പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടുകൂടി നടക്കുന്നത്. ഞാനല്ല അതിലെ കഥാപാത്രം ശരിക്ക്. എങ്ങനെ ഈ കുട്ടികൾ എന്ന് വെച്ചാൽ ഒരു കൗമാരക്കാരായ കുട്ടികള് ചില വികൃതികളൊക്കെ ഉപയോഗിക്കും. ആ വികൃതികളിലെ ഇതാണ് ഈ പൊട്ടക്കിണറ്റിൻ മറവിലെ വികൃതികള്. ഈ വികൃതികള് സത്യം പറഞ്ഞാൽ ഞാനല്ല, ഞാൻ ഒരു അപകർഷത കൊണ്ട് മാറി നടക്കുന്ന ഒരാളായിരുന്നു. കൂട്ടുകാരൊന്നും ഇല്ലാതെ അപകർഷതയിൽ നിന്ന് മാറി നടക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പലരും കൂട്ടുകൂടാൻ മടിക്കുമായിരുന്നു. അല്ലാതെ അപൂർവ ആളുകൾ എന്നോട് കൂട്ടുകൂടിയിട്ടുള്ളൂ ചെറുപ്പത്തില്. ഇത്തിരി മുതിർന്ന കോളേജൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൂട്ടുകൾ കൂടാൻ തുടങ്ങി. അതിനു മുമ്പൊക്കെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഉള്ള ഒരു അനുഭവമാണ് ഈ കവിതയില്. കുറച്ച് ഭാവനയുണ്ട്. അതിലുള്ള ആളുകൾ ഇപ്പൊ കപ്പ്യാര് മൈക്കിളൊക്കെ ഉള്ള ആളുകളാണ്. അന്ത്രു എന്റെ കൂടെ പഠിച്ച ആളാണ്. എന്റെ കൂടെ പഠിച്ച സഹപാഠിയാണ് അന്ത്രു. കപ്പ്യാര് മൈക്കിള്, ജോണിക്കുട്ടിയൊക്കെ അവിടെയുള്ള ആളുകൾ തന്നെയാണ്. എന്റെ ഒപ്പമുള്ള എന്റെ സമപ്രായക്കാരായ ആളുകൾ തന്നെയാണ് അവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ കവിത അങ്ങനെ എഴുതാൻ ഉണ്ടായത്. അത് എഴുതിയത് 2000 ആ കാലഘട്ടത്തിലാണ്. 1999 2000 കാലഘട്ടത്തിൽ എഴുതിയ കവിതയാണ് അത്. ആ കവിത അന്ന് ഒരുവിധം ചർച്ച ചെയ്യപ്പെട്ട എസ് ജോസഫ് അടക്കമുള്ളവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞ കവിതയാണത്. അങ്ങനെയാണ് ആ കവിത പിറന്നത്. കവിതയുടെ പിന്നിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് ചെറുപ്പത്തിലുള്ള ഒരു അനുഭവമാണിത്. അങ്ങനെ പല കവിതകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള കവിതകൾ എന്ന അക്ബറിൻ്റെ ഈ സമാഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തികൾ മാത്രമല്ല, പെൺകുട്ടികൾ മാത്രമല്ല, സ്ത്രീകൾ മാത്രമല്ല, പ്രകൃതി വരുന്നു, കലാകാരന്മാർ വരുന്നു, പക്ഷിമൃഗാദികൾ വരുന്നു. അവയിലൂടെയൊക്കെ പ്രണയത്തിൻ്റെ സഞ്ചാരങ്ങളുടെ നേർപഥങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. ഹരിപ്രസാദ് ചൗരസയുടെ പുല്ലാങ്കുഴൽ വാദനം ബാംസുരി, അതുതന്നെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കവിതയാണ്. ബാംസുരി എന്നുള്ള ശീർഷകത്തിൽ തന്നെ വരുന്ന കവിതയാണ്. അതിൽ ദർബാരി ഹിന്ദുസ്ഥാനി രാഗവും ഗസലിൻ്റെ ഈരടിയായിട്ടുള്ള ഷേറും ഒക്കെയുള്ള, അതെല്ലാം പ്രണയത്തിലൂടെ എങ്ങനെ രാഗസഞ്ചാരം നടത്തുന്നു എന്നുള്ള കവിതയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. മറ്റൊരു കവിത എന്ന് പറയുന്നത് അന്ന് മുട്ടിച്ചപ്പോൾ ലോകം മാറിയിരുന്നു എന്ന് പറയുന്ന കവിതയാണ്. അന്ന് മുട്ടിച്ചപ്പോൾ എന്നുള്ളത് ആ കവിതാ പുസ്തകം എടുത്ത് നിവർത്തി ഏകമായി ഒറ്റയ്ക്കിരുന്ന് വായിക്കേണ്ട കവിതയാണ്. അതിൽ അല്പം ആദ്യകാല കൗമാരത്തിൻ്റെ
തീഷ്ണതകളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന കവിതയാണ്. വിലക്ക് എന്ന കവിതയുണ്ട്. വിലക്ക് എന്ന കവിത പ്രണയം ഇല്ലാതാകുമ്പോൾ ആണും പെണ്ണും രണ്ട് യുദ്ധരാജ്യങ്ങളാവുന്നു, നയതന്ത്ര ബന്ധങ്ങൾ പോകുന്നു എന്ന രീതിയിൽ ഒരു ആണും പെണ്ണും തമ്മിൽ സ്നേഹിക്കുകയും പിന്നീട് ആ സ്നേഹത്തിന് തടസ്സം സംഭവിക്കുമ്പോൾ അവർ രണ്ട് യുദ്ധരാജ്യങ്ങളായിട്ട് എങ്ങനെ മാറുന്നു എന്നൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്ന നിരവധി കവിതകളിലൂടെയാണ് നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന അക്ബറിൻ്റെ ഈ പുസ്തകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോഗോസ് ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 179 രൂപയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലേ അക്ബർ വില? 170 170 രൂപ. അതെ. അപ്പോൾ 70. ലോഗോസ് ബുക്സ് ഇറക്കിയിരിക്കുന്ന നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന അക്ബറിൻ്റെ പുസ്തകം നമ്മളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നു. പ്രണയത്തെയും ഈ ഭൂമിയിലെ ആത്യന്തികമായിട്ടുള്ള സ്നേഹത്തെയും ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വിശ്വസിച്ച് കയ്യിലെടുക്കാവുന്ന പുസ്തകമാണ് നിന്നെക്കുറിച്ചുള്ള കവിതകൾ. വളരെ നന്ദി അക്ബർ, ഈ നിമിഷങ്ങളിൽ സഹകരിച്ചതിന് സന്തോഷം. വളരെ നന്ദി, സ്നേഹം.